നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് കോവളം MLA M. വിൻസെന്റ്. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ദിവസം ഉമ്മൻചാണ്ടിയുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടിയാണ് MLA കോട്ടയം പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചത്. പുലർച്ചെ സ്ഥലത്തെത്തിയ MLA കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നാണ് നാടിന് സമർപ്പിക്കുന്നത്. രാവിലെ 11 മണിക്കാണ് ഉദ്ഘാടനം. ഇതിനിടയിലാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ കോൺഗ്രസ് സജീവമാക്കുന്നത്. തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ MLA ആയ വിൻസെന്റിന്റെ പുതുപ്പള്ളി സന്ദർശനത്തിലൂടെ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയമായ മറുപടി നൽകിയാണ് കോൺഗ്രസ്. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്നും റോഡ് റെയിൽ കണക്ടിവിറ്റി ഇല്ലാതെയാണ് കമ്മീഷനിംഗ് ചെയ്യുന്നതെന്നും MLA വിൻസെന്റ് പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് പ്രണാമം അർപ്പിച്ച് വേണം തുറമുഖം ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നും M. വിൻസെന്റ് പറഞ്ഞു. വികസന കാര്യത്തിൽ രാഷ്ട്രീയം കണ്ട് അത് സ്വന്തം നേട്ടമാക്കി മാറ്റുന്നത് CPM-ന് ഗുണകരമാകുമെങ്കിലും നാടിന് ഗുണകരമാകില്ലെന്നും M. വിൻസെന്റ് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് M. വിൻസെന്റ് MLA പറയുന്നു. സർക്കാർ ഉത്തരവാദിത്തം കാട്ടിയില്ല. തുറമുഖം 5 വർഷം വൈകി. ഉമ്മൻചാണ്ടി വിചാരിച്ചതുകൊണ്ടാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ അവഹേളിച്ചുവെന്നും M. വിൻസെന്റ് ആരോപിച്ചു. കേരളത്തെയും ഭാരതത്തെയും സംബന്ധിച്ച് അഭിമാന ദിവസമാണെന്ന് എന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. കല്ല് മാത്രം ഇട്ടു എന്ന പ്രചാരണം പച്ചക്കള്ളമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട് പണി തുടങ്ങിയിരുന്നു. LDF സർക്കാർ ഒന്നും ചെയ്യാതെ ക്രെഡിറ്റ് എടുക്കാൻ PR വർക്ക് ചെയ്യുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയക്കുന്നത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിന് ക്ഷണിക്കാതിരുന്നതെന്നും ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. ഉദ്ഘാടന സമയത്തും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനത്തിനെത്തിയില്ല. ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തം ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സംസ്ഥാന വ്യാപകമായി ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് വിവാദം കത്തി നിൽക്കെ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ഓർമ്മിപ്പിച്ച് മുൻ കോൺഗ്രസ് നേതാവ് KV തോമസ് രംഗത്ത് വന്നിരുന്നു. വിഴിഞ്ഞം കരാർ ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാതിരുന്ന സമയത്ത് അദാനി ഗ്രൂപ്പിനെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നതും അതിനായുള്ള ചർച്ചകൾ നടത്തിയതും ഉമ്മൻചാണ്ടിയാണെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പാണ് KV തോമസ് പങ്കുവച്ചത്. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് KV തോമസിന്റെ കുറിപ്പെന്നതും ശ്രദ്ധേയമാണ്. പോർട്ടിന്റെ പണി ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന ദിവസം അദാനി ഗ്രൂപ്പിന്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗൗതം അദാനിയെ എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിക്കാം. പക്ഷേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അദാനിയുടെ എതിർപ്പുണ്ട്. അതിനുള്ള പരിഹാരം മുഖ്യമന്ത്രി തന്നെ കാണണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദാനിയോട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ അറിയിച്ചു. അപ്പോൾ പ്രൊഫസർക്ക് കേരളത്തെക്കുറിച്ച് അറിയുന്നത് പോലെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ സാഹചര്യത്തെക്കുറിച്ച് എനിക്കും അറിയാം. മാറി മാറി വരുന്ന സർക്കാരുകളും എന്തിനേയും വിമർശിക്കുന്ന മാധ്യമങ്ങളുമാണ് അവിടെയുള്ളത്. തമിഴ്നാട് സൗജന്യമായി 2000 ഏക്കർ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എന്ത് കാര്യമെന്നാണ് അദാനി ചോദിച്ചത്. ആദ്യം മുഖ്യമന്ത്രിയോട് സംസാരിക്കൂ, എന്നിട്ട് തീരുമാനിക്കാമെന്ന് ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. അങ്ങനെ അദാനിയും ഉമ്മൻചാണ്ടിയും 15 മിനിറ്റോളം സ്വകാര്യമായി സംസാരിച്ചു. ശേഷം അദാനി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രൊഫസർ, ഐ വിൽ കം ടു കേരള. പിന്നീട് അദാനി VS അച്യുതാനന്ദനുമായി സംസ്ഥാനത്തെ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഉമ്മൻചാണ്ടിക്ക് വിഴിഞ്ഞം പദ്ധതിയുടെ ആവശ്യകത സോണിയാഗാന്ധിയെ പറഞ്ഞു മനസ്സിലാക്കാനുമായി. പിന്നീട് പദ്ധതിയുമായി മുന്നോട്ട് പോയത് പിണറായി വിജയൻ സർക്കാരാണ് എന്നാണ് KV തോമസ് പറഞ്ഞത്.